ഓക്കെ, സോ നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ പല രീതിയിലുള്ള ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പണ്ടത്തെ ഐഫോണിൽ ഉണ്ടായിരുന്ന ആ ടച്ച് ഐ ഡി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും സെക്യൂർ. അതോ ഇതിലുള്ള ബാക്കിലുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഏറ്റവും സെക്യൂർ. അതോ ഇപ്പം വരുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അതാണോ ഏറ്റവും സെക്യൂർ? അതോ ലേറ്റസ്റ്റ് ഐഫോൺസിൽ വരുന്ന ഫേസ് ഐ ഡി ആണോ ഏറ്റവും സെക്യൂർ? ഏതാണ് ഏറ്റവും സെക്യൂർ? എന്താണ് മേജർ വ്യത്യാസങ്ങൾ? ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ടെക്നോളജി എന്തൊക്കെയാണ്? ഏതാണ് ബെറ്റർ? എന്തുകൊണ്ടാണ് അത് ബെറ്റർ? അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സ്മാർട്ട് ഫോൺസിൽ വരുന്ന ബയോമെട്രിക് സെൻസേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മെയിൻലി രണ്ട് കാറ്റഗറിയാണ്. ഒരു കാറ്റഗറിയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. സെക്കൻഡ് കാറ്റഗറിയാണ് ഫേഷ്യൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഫേസ് അൺലോക്ക് ഫീച്ചർ. ഇപ്പോൾ മിക്ക എല്ലാ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ ഈ രണ്ട് ഓപ്ഷൻസും വരാറുണ്ട്. അതായത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആൻഡ് ഫേസ് അൺലോക്ക്. ഏത് രീതിയിലുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ബഡ്ജറ്റ്. പക്ഷേ മെയിൻലി ഈ രണ്ട് കാറ്റഗറിയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആൻഡ് ഫേസ് അൺലോക്ക്. നമുക്ക് ഫസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ പിന്നെ അതിൻ്റെ ടൈപ്സ് നോക്കാം. സോ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്ത് അൺലോക്ക് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഫിംഗർ പ്രിൻറ്റ് റീഡിംഗ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ഇതിൻ്റെ രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് ആണ് ഫിസിക്കൽ അല്ലെങ്കിൽ ടച്ച് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ഫിംഗർ പ്രിൻറ്റ് റീഡർ. ഇതൊക്കെ വിളിക്കാനുള്ള കാരണമുണ്ട്. അതിൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ആ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമ്മൾ ഫിസിക്കലി ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിസിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ടച്ച് എന്ന് പറയുന്നത്. തേർഡ് ആണ് കപ്പാസിറ്റീവ്. കപ്പാസിറ്റീവ് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിസിക്കൽ സെൻസർ ഉണ്ടല്ലോ, ഇതിൻ്റെ താഴെ ഇതിൻ്റെ അടിയിൽ കുറേ കപ്പാസിറ്റേഴ്സിൻ്റെ ഒരു ലെയർ അങ്ങ് വെച്ചിട്ടുണ്ട്. നമ്മുടെ വിരൽ നമ്മൾ ഇതിൻ്റെ മേളിൽ വെക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. അതായത് അത് ചാർജ് ചേഞ്ച് ചെയ്യും. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടല്ലോ അത് പ്ലെയിൻ ആണോ? അല്ല, ഒരിക്കലല്ല. ഫിംഗർ പ്രിൻ്റ് ഇങ്ങനെ പൊങ്ങിയും താന്നാണ് ഇരിക്കുന്നത്. ഈ മലനിരകൾ പോലെയാണ് ഇരിക്കുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. സോ അതിൻ്റെ അപ്പും ഡൗൺ അനുസരിച്ച് അതനുസരിച്ചുള്ള ഒരു ചാർജ് അതിലുണ്ടാവും ആ കപ്പാസിറ്ററിൽ. നമ്മളിൽ ഓരോരുത്തർക്കും യുണീക്കായ ഫിംഗർ പ്രിൻറ്റ് പാറ്റേൺ ഉണ്ട്. നമ്മുടെ രണ്ട് ആളുടെ ഒരിക്കലും ഫിംഗർ പ്രിൻറ്റ് പാറ്റേൺ എക്സാക്ട്ലി സെയിം ആയിരിക്കില്ല. സോ എല്ലാവർക്കും യുണീക്ക് ഫിംഗർ പ്രിൻറ്റ് പാറ്റേൺ ഉള്ളതുകൊണ്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യുമ്പം യുണീക്ക് കപ്പാസിറ്റീവ് ചേഞ്ചസ് വരാറുണ്ട്. ഈ കപ്പാസിറ്റീവ് ചേഞ്ചസ് ഈ അനലോഗ് സിഗ്നലാണല്ലോ കിട്ടുന്നത്. ഇലക്ട്രിസിറ്റിയാണ്, ചെറിയ കറണ്ടൊക്കെയാണ് ഫ്ലോ ആവുന്നത്. ഈ അനലോഗ് സിഗ്നൽ പിന്നീട് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്ത് അതാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ എല്ലാ തവണ നമ്മൾ ഈ ഒരു ടച്ച് ഐ ഡി പ്രസ് ചെയ്യുമ്പം, അതായത് ഇപ്പം അത് ബാക്കിൽ വരാൻ ചാൻസ് ഉണ്ട്. ഐഫോണിൽ പണ്ട് ഫ്രണ്ടിലായിരുന്നു, ഇപ്പം സൈഡിലൊക്കെ വരുന്നുണ്ട്. സോ എക്സാക്ട്ലി സെയിം സംഭവം സെയിം ആണ്. കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ടച്ച് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. നമ്മൾ ടച്ച് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അത് മറ്റേ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ ഡേറ്റാബേസ് ഉണ്ടല്ലോ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും എക്സാക്ട്ലി സെയിം ആണെന്ന്. സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ആക്സസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആക്സസ് കിട്ടില്ല. സോ ബേസിക്കലി ഇതാണ് ഫിസിക്കൽ അല്ലെങ്കിൽ ടച്ച് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സിസ്റ്റം. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അണ്ടർ ഡിസ്പ്ലേ ആണെങ്കിലും ഇൻ ഡിസ്പ്ലേ ആണെങ്കിലും സെയിം സംഭവമാണ്. അത് വേറെ വേറെ പേര് വെച്ച് വിളിക്കുന്നത് എന്നേ ഉള്ളൂ. ഇൻ ഡിസ്പ്ലേ എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സംഭവം വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്പ്ലേയുടെ മേളിലാണ് ഫിംഗർ വെക്കുന്നത്. സോ അത് ഡിസ്പ്ലേനാണുള്ളത്, അതുകൊണ്ടാണ് ഇൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അണ്ടർ ഡിസ്പ്ലേ എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സിസ്റ്റം ഡിസ്പ്ലേൻ്റെ താഴെയാണ്. ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ തരാം എങ്ങനെയാണ് ആ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വർക്ക് ചെയ്യുന്നത്. ഇതിനും രണ്ട് കാറ്റഗറീസ് ഉണ്ട്. അതായത് ഇൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ രണ്ട് കാറ്റഗറീസ് ഉണ്ട്, രണ്ട് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ആണ് ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. സെക്കൻഡ് ആണ് അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. സോ ഫസ്റ്റ് നമുക്ക് ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നോക്കാം. സോ ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുമ്പം അതിൽ ഓപ്റ്റിക്കൽ എന്ന വാക്കുണ്ടല്ലോ, ഓപ്റ്റിക്കൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. സോ ലൈറ്റ് യൂസ് ചെയ്തിട്ട് വർക്കാവുന്ന സിസ്റ്റമാണ് ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേൻ്റെ താഴെ ഒരു ക്യാമറയും ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ടൈം ആ ഒരു ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പം ആ ലൈറ്റ് ഇങ്ങനെ നമ്മുടെ ഇത് ലൈറ്റ് ചെയ്യും, നമ്മുടെ ഫിംഗർ ലൈറ്റ് ചെയ്യും. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ലൈറ്റപ്പ് ചെയ്തിട്ട് താഴെ ഇരിക്കുന്ന ഹൈ റെസൊല്യൂഷൻ ക്യാമറ വെച്ച് നല്ലൊരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കും. നമ്മുടെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഫോട്ടോ എടുക്കും, നല്ലൊരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ ഒരു ഫോട്ടോ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സോ ഓരോ തവണ നിങ്ങൾ ഈ ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ യൂസ് ചെയ്യുമ്പം ആ ഒരു ഇമേജ് ഡേറ്റാബേസിലുള്ള ഇമേജുമായിട്ട് അത് കമ്പയർ ചെയ്യും. എക്സാക്ട്ലി സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ആക്സസ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ആക്സസ് കിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിലും വരുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടല്ലോ അത് ബേസിക്കലി ഓപ്റ്റിക്കൽ
ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത് അത്രയും സെക്യൂർ അല്ല, എന്നാൽ സെക്യൂർ ആണ്, അത്ര ഈസിലി ബ്രേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ അൾട്രാസോണിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും സെക്യൂർ അല്ല. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഓപ്റ്റിക്കൽ കംപ്ലീറ്റ് ചെയ്യാം. സോ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒരു 2D ഫോട്ടോ ആണ് എടുക്കുന്നത്. സോ നമ്മുടെ നമ്മുടെ ഒരു ഫിംഗർ പ്രിൻറ്റ് ഫോട്ടോ എടുക്കും, ഈ ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്യും. പക്ഷേ അൾട്രാസോണിക് എടുക്കുന്നത് ഒരു 3D ഇമേജിംഗ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അൾട്രാസോണിക്, സോ സോണിക് എന്ന് പറയുമ്പോൾ അതിൽ സൗണ്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സോ അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ നമ്മൾ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുമ്പോൾ താഴേന്ന് ഡിസ്പ്ലേൻ്റെ താഴെ നിന്ന് ഒരു അൾട്രാസൗണ്ട് വരുന്നുണ്ട്. അതെല്ലാം മെഷർ ചെയ്യും, അതിൻ്റെ ദൂരമൊക്കെ കറക്റ്റ്ലി മെഷർ ചെയ്യും. സോ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പൊങ്ങിയിരിക്കുന്ന സ്ഥലം കുറച്ചുകൂടി അടുത്തായിരിക്കും, താന്നിരിക്കുന്ന സ്ഥലം കുറച്ചുകൂടി ദൂരമായിരിക്കും. സോ എക്സാക്ട്ലി ആ ഒരു കർവൊക്കെ അത് മെഷർ ചെയ്തിട്ട് ഒരു 3D മോഡൽ അല്ലെങ്കിൽ ഒരു 3D ഇമേജ് ആണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ ഒരു 2D ഇമേജ് ആയിരുന്നു, വെറും ഒരു ഫോട്ടോ ആയിരുന്നു, ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ. പക്ഷേ അൾട്രാസോണിക്കിൽ ഒരു 3D ഇമേജ് ആണ് വെക്കുന്നത്. ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുത്ത് അതിൽ വെക്കുമ്പോൾ മിക്കവാറും അത് അൺലോക്കായി കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേര് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനിൽ അത് പറ്റില്ല. കാരണം ഓപ്റ്റിക്കലിൽ 2D ഇമേജ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, ഇവിടെ 3D ഇമേജ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ഇത് ക്രാക്ക് ചെയ്യാൻ. അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. നമ്മുടെ വിരലിൻ്റെ ഒരു 3D മോഡൽ എടുത്ത് അത് യൂസ് ചെയ്താൽ അൺലോക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടി ക്വാൾകോം, നമ്മുടെ ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി ക്വാൾകോം, അവരൊരു പുതിയ രീതിയിലുള്ള പുതിയ ജനറേഷൻ ഉള്ള ഒരു അണ്ടർ ഡിസ്പ്ലേ അല്ലെങ്കിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ബ്ലഡ് ഫ്ലോ വരെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അത്രയ്ക്ക് സെൻസിറ്റീവ് ആണ്. 3D സോണിക് സെൻസർ ജനറേഷൻ 2 എന്നാണ് ക്വാൾകോം അതിനെ വിളിക്കുന്നത്. ക്വാൾകോം പറയുന്നതനുസരിച്ച് 77% കൂടുതൽ ഫിംഗർ പ്രിൻറ്റ് ഏരിയയും കിട്ടുന്നുണ്ട്. സോ കൂടുതൽ ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. 50% ഫാസ്റ്റർ ആണ്. അതിനോടൊപ്പം തന്നെ 1.7 ടൈംസ് കൂടുതൽ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും കുറച്ചും കൂടി സെക്യൂർ ആണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഹൈലി സെൻസിറ്റീവ് ആണ്. സെൻസിറ്റീവ് ആയതുകൊണ്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ അതിന് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ വെറുതെ ഒരു മോഡൽ എടുത്ത് യൂസ് ചെയ്യാൻ നോക്കിയാൽ യൂസ് ആവില്ല. കാരണം ആ ഒരു മോഡലിൽ ബ്ലഡ് ഫ്ലോ ഇല്ല. സോ കറക്റ്റ് നമ്മുടെ വിരൽ തന്നെ വേണം അത് അൺലോക്ക് ആവണമെങ്കിൽ. സോ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന്, അൾട്രാസോണിക്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സും ഒരുപാട് സെക്യൂരിറ്റി, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. പക്ഷേ ഇത്രയും കോംപ്ലിക്കേഷൻസും ഇത്രയും ടെക്നോളജി ഇത്രയും സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എക്സ്പെൻസീവ് ആണ്. ഓപ്റ്റിക്കൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ മാത്രമാണ് ഈ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കണ്ടുവരുന്നത്. അതായത് സാംസങ് ഗാലക്സി S20 സീരീസ്, Mi 11 Ultra, OnePlus 9 Pro അതിൽ മാത്രമാണ് ഇത് വരുന്നത്. ബാക്കി നമ്മൾ പ്രീമിയം മിഡ് റേഞ്ച് ഫോൺസിലൊക്കെ കാണുന്നത് നോർമൽ ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. സോ ബയോമെട്രിക് സെൻസറിൻ്റെ സെക്കൻഡ് ടൈപ്പാണ് ഫേഷ്യൽ, അതായത് ഫേസ് അൺലോക്ക് അല്ലെങ്കിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം. ബേസിക്കലി നമ്മുടെ ഫേസ് യൂസ് ചെയ്ത് ആക്സസ് കിട്ടുന്ന സംഭവമാണ് ഫേസ് അൺലോക്ക് ഫീച്ചർ. അതൊക്കെ സോ ഇപ്പം മിക്ക എല്ലാ ഫോൺസിലും വരുന്നൊരു ഫീച്ചറാണ് ഫേസ് അൺലോക്ക്. ഈ ഫേസ് അൺലോക്ക് മെക്കാനിസമിൽ 2 ടൈപ്പ് ഉണ്ട്. 2D മോഡലിംഗ് ഉണ്ട്, പിന്നെ 3D മോഡലിംഗ് ഉണ്ട്. നമ്മൾ കണ്ടിരുന്നല്ലോ ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ ഒരു 2D ഫോട്ടോ ആണ് എടുക്കുന്നത്. അൾട്രാസോണിക്കിൽ ഒരു 3D മോഡലാണ്. അതേ രീതിയിൽ ഇവിടെയും സെയിം ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. നോർമലി കണ്ടുവരുന്ന ഫേസ് അൺലോക്ക് ഫീച്ചർ, അതായത് ആൻഡ്രോയിഡ് ഫോൺസിൽ കണ്ടുവരുന്ന ഫേസ് അൺലോക്ക് ഫീച്ചർ നോർമൽ 2D ഫേസ് അൺലോക്ക് ഫീച്ചറാണ്. നമ്മുടെ ഫേസ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മുടെ ഫേസിൻ്റെ ഒരു 2D ഇമേജ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മളത് അൺലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതൊരു ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ ഫോട്ടോ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ആക്സസ് കിട്ടുന്നത്. അതാണ് ബേസിക്കലി ഈ സിമ്പിൾ 2D ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം. ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി സെൽഫി ക്യാമറ ധാരാളമാണ്, വേറെ ഒന്നും വേണ്ട. സെൽഫി ക്യാമറ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. വേറെ ഒരു ഡെപ്ത് ക്യാമറ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് അങ്ങനെ ഒന്നും വരുന്നില്ല. വെറും സെൽഫി ക്യാമറ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്യൂരിറ്റിയും കുറയുന്നുണ്ട്. പല ഫോൺസിലും എനിക്കൊന്ന് സാംസങ്ങിൻ്റെ ഫോൺസിലൊക്കെ താഴെ എഴുതി വരാറുണ്ട് ഫേസ് അൺലോക്ക് അത്രയും സെക്യൂർ അല്ല, പിന്നാണ് ഏറ്റവും സെക്യൂർ, ഫേസ് അൺലോക്ക് അത്രയും സെക്യൂർ അല്ല. ഫോട്ടോ വെച്ചൊക്കെ വേണമെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ആണെങ്കിൽ, നമ്മുടെ ഫോട്ടോ ആണെങ്കിൽ അത് വെച്ച് ചിലപ്പോൾ അൺലോക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ മിക്ക എല്ലാ ഫോൺ ബ്രാൻഡുകൾ പറയാറുണ്ട്. അതിൻ്റെ കാരണം അതാണ്, അത്രയും സെക്യൂർ അല്ല. അൺബോക്സ് തെറാപ്പി എന്ന ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതിൽ സാംസങ് ഗാലക്സി S10 ഉണ്ടല്ലോ, ആ S10 അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വെച്ച് അദ്ദേഹം അൺലോക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ആണ്, കണ്ടു നോക്കുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം. സോ അതുകൊണ്ട് തന്നെ അത്രയും സെക്യൂർ അല്ല. നോർമൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ 2D ഫേസ് അൺലോക്ക്, നോർമലി കണ്ടുവരുന്ന ഫേസ് അൺലോക്ക്, നോർമലി ആൻഡ്രോയിഡ് ഫോൺസിൽ കണ്ടുവരുന്ന ഫേസ് അൺലോക്ക് അത്രയും സെക്യൂർ ഇല്ല. പക്ഷേ അതേ സമയത്ത് ഐഫോൺസിൽ, അതായത് iPhone 10 മുതൽ ഇപ്പം വന്നിരിക്കുന്ന iPhone 12 Pro Max വരെയുള്ള ഐഫോൺസിൽ വരുന്നതാണ് ഫേസ് ID സിസ്റ്റം അല്ലെങ്കിൽ 3D
ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം. സോ നോർമലി ആൻഡ്രോയിഡ് ഫോൺസിൽ സെൽഫി ക്യാമറ വെച്ചാണ് ചെയ്യുന്നത്. ഇവിടെയും സെൽഫി ക്യാമറ ഉണ്ട്, പക്ഷേ അതിനോടൊപ്പം തന്നെ വേറെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. മെയിൻലി 4 കോമ്പണൻസ് ആണ് വരുന്നത്. സോ ഫസ്റ്റ് ആണ് IR ക്യാമറ, ഇൻഫ്രാറെഡ് ക്യാമറ ഉണ്ട്. സെക്കൻഡ് ആണ് ഫ്ലഡ് ഇലൂമിനേറ്റർ. തേർഡ് ആണ് ഫ്രണ്ട് ക്യാമറ. ഫോർത്ത് ആണ് ഡോട്ട് പ്രൊജക്ടർ. സോ നമ്മളെപ്പോഴും ഈ ഐഫോണിൽ നിന്ന് ആ ഒരു നോച്ച് എടുത്ത് മാറ്റണം, നോച്ച് എടുത്ത് കളയണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ നോച്ചിലാണ് ഈ ഒരു ടെക്നോളജി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഐഫോൺ ഇതുവരെ എടുത്ത് കളയാത്തത്. നെക്സ്റ്റ് വരാൻ പോകുന്ന ഐഫോണിൽ അത് ചുരുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് സീ. ഫ്ലഡ് ഇലൂമിനേറ്റർ ബേസിക്കലി രാത്രി വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഫേസ് ID വെളിച്ചമുണ്ടെങ്കിലും കട്ട ഇരുട്ടാണെങ്കിലും എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യും. അതിൻ്റെ മെയിൻ കാരണമാണ് ഈ ഫ്ലഡ് ഇലൂമിനേറ്റർ. IR ക്യാമറ വെച്ച് നമ്മുടെ ഫേസിൻ്റെ ഒരു IR ഇമേജ് എടുക്കും. തേർഡ് ആണ് ഫ്രണ്ട് ക്യാമറ, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫ്രണ്ട് ക്യാമറ. പിന്നെ ഡോട്ട് പ്രൊജക്ടർ ഉണ്ട്. ഈ ഡോട്ട് പ്രൊജക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫേസിലേക്ക് 30,000-ലധികം ഡോട്ട്സ് അത് പ്രൊജക്റ്റ് ചെയ്യും. എന്നിട്ട് ബാക്കി ക്യാമറ വെച്ചത് ആ ഒരു ഡോട്ടിൻ്റെ ഡിസ്റ്റൻസും അതിൻ്റെ ഡെപ്ത് ഒക്കെ അത് ജഡ്ജ് ചെയ്യും. ഡെപ്തും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു 3D സംഭവം എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? എന്നിട്ട് ഈ ഒരു ഇൻഫോർമേഷൻ ഇവർ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ടൈം ഫേസ് IDയിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഒരു 3D ഇമേജ് അവർ എടുക്കുന്നുണ്ട്. തല മേളിലേക്കും താഴേക്കും ലെഫ്റ്റും റൈറ്റും ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. നോർമലി ആൻഡ്രോയിഡ് ഫോൺസിന് അങ്ങനെയൊന്നും പറയാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഫേസ് ID യൂസ് ചെയ്യുമ്പം സ്റ്റോർ ചെയ്തിരിക്കുന്ന മാത്തമാറ്റിക്കൽ മോഡലുണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യും. ഈ ടെക്നോളജിയിൽ ഹാർഡ്വെയർ മാത്രമല്ല, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ന്യൂറൽ എഞ്ചിൻ എല്ലാം ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഗ്ലാസ് ഇട്ട് യൂസ് ചെയ്താലും തൊപ്പി ഇട്ടാലും താടി ഉണ്ടെങ്കിലും അതെല്ലാം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അത്രയും സെക്യൂറും അത്രയും സേഫും അത്രയും പവർഫുൾ ആണ് നമ്മുടെ ഈ ഫേസ് ID സംഭവം. സോ തീർച്ചയായിട്ടും 2D ഫേഷ്യൽ റെക്കഗ്നിഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പം 3D ഫേഷ്യൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഫേസ് ID ഫാർ സുപ്പീരിയർ ആണ്, ഫാർ സെക്യൂർ ആണ്. അതുകൊണ്ടാണ് ആപ്പിൾ അത് യൂസ് ചെയ്യുന്നത്. സോ ഏറ്റവും സെക്യൂർ ആയ 2 ബയോമെട്രിക് സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ അത് ടച്ച് ആണ്, അതായത് ഫിസിക്കൽ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, അല്ലെങ്കിൽ ഫേസ് ID ആണ്. അതുകൊണ്ടാണ് ആപ്പിൾ ഈ 2 മാത്രം യൂസ് ചെയ്തത്. ഇതുവരെ ഇൻ ഡിസ്പ്ലേ ഒന്നും വന്നിട്ടില്ല, വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വരുന്നുണ്ടെങ്കിൽ അതും ഭയങ്കര സെക്യൂർ ആയിരിക്കും. ഓക്കെ, സോ ഇതായിരുന്നു ബേസിക്കലി ബയോമെട്രിക് സെൻസറിൻ്റെ ടൈപ്പും പിന്നെ ഡിഫറൻസും പിന്നെ ഏതാണ് ഏറ്റവും ബെറ്റർ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.